ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, രക്ഷാകരമായ വലിയ നോമ്പിൻ്റെ അവസാന പാദത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണല്ലോ. ഈ വിശുദ്ധമായ പീഡാനുഭവ വാരത്തിൽ ഇന്ന് പെസഹ പെരുന്നാൾ ആഘോഷിക്കുന്ന സമയമാണ്. കർത്താവിൻ്റെ ശിഷ്യന്മാരോടൊപ്പം രക്ഷണീയമായ പെസഹായുടെ ഭാഗമാകുന്ന ആ ഓർമ്മ ആണ് ഇന്ന് നമ്മൾ ആചരിക്കുന്നത്. കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ കാലുകൾ കഴുകണമെന്ന്. അതിനർത്ഥം ക്രിസ്തീയ സാക്ഷ്യമെന്ന് പറയുന്നത്, ക്രിസ്തീയ വിളി എന്ന് പറയുന്നത് ശുശ്രൂഷയുടെ വിളിയാണ്. അതിലേക്ക് നമ്മളെ ഓരോരുത്തരും ക്ഷണിക്കുകയാണ് പെസഹായിലൂടെ. രണ്ടാമത് കർത്താവിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, എന്നെ തള്ളിപ്പറയുന്നവരും എന്നെ ഒറ്റിക്കൊടുക്കുന്നവനും ഈ കൂട്ടത്തിലുണ്ട്. എന്നാൽ അവരോട് സ്നേഹപൂർണമായി ഒരു ചേർത്ത് പിടിക്കുന്ന ക്രിസ്തുവിൻ്റെ സാക്ഷ്യം. രണ്ടാമത് മനസ്സിലാക്കേണ്ടത്, പെസഹായിലൂടെ യഥാർത്ഥ ത്യാഗപൂർണമായ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് അതിലൂടെ വെളിപ്പെടുത്തുന്നത്. കർത്താവ് പറയുന്നുണ്ട്, കുരിശിലേക്കുള്ളതായ യാത്ര പെസഹായുടെ യാത്രയാണ്. രക്ഷണീയമായ ആ പെസഹായിലേക്ക് നമ്മെ ക്ഷണിക്കുമ്പോൾ, നമ്മളാകുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ ശുശ്രൂഷയുടെയും സ്നേഹത്തിൻ്റെയും അനുഭവമുണ്ടാകുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ ഈ ലോകം ഇന്ന് നേരിടുന്ന പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ, ദുഃഖം, കെടുതികൾ, യുദ്ധത്തിൻ്റെയും അസമാധാനത്തിൻ്റെയും അനുഭവങ്ങൾ ഇവിടെ കർത്താവിൻ്റെ സാക്ഷികളാകുമ്പോഴാണ് പെസഹായുടെ നിയോഗം പൂർത്തീകരിക്കപ്പെടുന്നത്. സ്നേഹത്തിൻ്റെയും ശുശ്രൂഷയുടെയും അനുഭവത്തിലൂടെ ഈ ലോകത്തെ സമാധാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യമാകട്ടെ, പ്രാർത്ഥനയിലൂടെ സാധ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കട്ടെ.